ബ്രേക്കപ്പിന് ശേഷമോ അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷമോ ഒരു ഫേസ് കഴിയുമ്പോൾ സ്ത്രീകൾ കൂടുതൽ സുന്ദരികളായിട്ട് മാറുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടായിരിക്കും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഒരുപാട് പെയിനിലൂടെ കടന്നു പോകണം. ഈ പെയിനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്റ്റേജ് കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതെന്തുകൊണ്ടാണെന്നും അതെങ്ങനെയാണെന്നും ആ ഫേസ് എങ്ങനെയൊക്കെയാണെന്നുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ, പ്രൊഫഷണൽ ബേസ് ഞാൻ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെയിൻ നമ്മുടെ സെൽഫ് പെർസെപ്ഷനെ മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കും എന്നുള്ളതാണ്. ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പെയിൻ ഒരു എക്സോഷൻ സ്റ്റേജിൽ എത്തിക്കും. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു പോസ് എടുക്കും. ഇനി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു പോസ് എടുക്കും. ഈ പോസ് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും സെൽഫ് പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ, വീണ്ടും റീബിൽഡ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ മൊത്തത്തിൽ ചേഞ്ച് ആക്കുന്ന രീതിയിലുള്ള തോട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിനിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ഈ ലൈഫ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ക്ലാരിറ്റി ഇന്നർ ക്ലാരിറ്റി മാത്രമല്ല, നമുക്ക് ഔട്ടറും, അതായത് നമ്മൾ എന്നുള്ള രൂപത്തിന് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നത് പോലെയാണ് മിക്ക ആൾക്കാർക്കും എന്നോട് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളതും, ഈവൻ ഓരോ ബ്രേക്കപ്പിന് ശേഷം ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളതും, ഈവൻ എൻ്റെ പല ബ്രേക്കപ്സ് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ബിഗിനിങ് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും, ലോൺലിനെസ് ഉണ്ടാവും, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മളെ പറ്റി തിരിച്ചു പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അങ്ങനെ പല 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 ഓരോരോ ഘട്ടങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇത് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ നമ്മളുമായിട്ട് റീകണക്ട് ചെയ്യും. ഇത്ര നാളും നമ്മൾ എന്തിനൊക്കെയാണോ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് ആ എഫേർട്ട് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ നമ്മളുടെ സെൽഫുമായിട്ട് തന്നെ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ ഒരു റീകണക്ഷൻ ഒരു സമയത്ത് സംഭവിക്കണം എന്നുള്ളതാണ്. റീകണക്ഷനെയാണ് നോർമലി ആൾക്കാരൊക്കെ കുറച്ചും കൂടി ബോൾഡ് എന്നുള്ള രീതിയിൽ പറയാറുള്ളതും, നോർമലി ആൾക്കാരൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് അതിനെ പെർസീവ് ചെയ്യാറുള്ളത്. പക്ഷെ ആ ഒരു കാര്യം നമ്മളുടെ സെൽഫുമായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റീബിൽഡിംഗ് ഫേസിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, നമുക്ക് എവിടെയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. പറഞ്ഞ വെയിറ്റ് ലോസ് ആണ്, നമ്മുടെ വെയിറ്റ് ആണ് നമ്മളെ ഏറ്റവും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനം. നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് അതിനെ നമ്മൾ തന്നെ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇത് ഏത് കാലഘട്ടം മുതൽ നമുക്കുള്ളതാണ്, ഇത് എങ്ങനെ നമുക്ക് മാറ്റാം, അങ്ങനെ ഓരോ സാധനത്തെ പറ്റിയും നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യും, കൂടുതൽ സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് ഇരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ട രീതി ഇങ്ങനെയാണ്, ഈ ഒരു റൂട്ടിലാണ് പോകേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിനെയും ചേഞ്ച് ചെയ്യും. ഈ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മളിൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് വരിക. ഇത് ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാരും അവരവരുടെ സെൽഫുമായിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിന് പെയിൻ തന്നെ വേണമെന്ന് എപ്പോഴും നിർബന്ധമില്ലെങ്കിലും ഈ പെയിൻ കൊണ്ടുണ്ടാവുന്ന ട്രാൻസ്ഫോർമേഷന് കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടാവും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി സൈക്കോളജി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്യൂട്ടി സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ കോൺഫിഡൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മളൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു പെയിനിലൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചും കൂടെ മെച്ചോർഡ് ആവുന്ന ഒരു ഫേസിലേക്ക് എത്തും. ഈ മെച്ചോർഡ് ആവുന്ന ഫേസിൽ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ചേഞ്ച് ആവാൻ തുടങ്ങും, ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആവാൻ തുടങ്ങും, നമ്മളുടെ വാക്കുകളിലുള്ള കോൺഫിഡൻസ് ചേഞ്ച് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇത്ര നാളും നമ്മളുടെ ബോഡിയിൽ നമ്മൾ പ്രസന്റ് ആയിരുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ തോന്നില്ല. പക്ഷെ ഈ ഒരു മൊമെന്റിൽ കുറച്ചും കൂടി നമ്മൾ സെൽഫ് അവെയർ ആവുകയും നമ്മളുടെ ബോഡിയിൽ നമ്മൾ പ്രസന്റ് ആവുകയാണ് എന്ന് തോന്നുകയും നമ്മളുടെ നെർവസ് സിസ്റ്റം കുറച്ചും കൂടി റെഗുലേറ്റഡ് ആവുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ സെൽഫ് അനാലിസിസ് ചെയ്ത് ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ കൂടെ തന്നെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം. ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ സെൽഫുമായിട്ട് റീകണക്ട് ചെയ്യുക എന്നുള്ളത്. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല. സ്വാഭാവികമായിട്ട് ഈ പെയിൻ അല്ലെങ്കിൽ ലോൺലിനെസ്, ഹാർട്ട് ബ്രേക്ക് അതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നൊരു കാര്യം പോലും മനസ്സിലാവുക. അപ്പുറത്ത് അങ്ങനെ ഒരാളില്ല, അപ്പുറത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല എങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും തനിയെ നിൽക്കാൻ നമ്മൾ പഠിക്കും. തനിയെ നിൽക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അറിയാനാണ് ആദ്യം ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കാമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക. പക്ഷെ ഈ മനസ്സിലാക്കൽ എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാവുന്ന ഒരു നമ്മളുണ്ട്. ആ ആളുടെ കോൺഫിഡൻസും അയാളുടെ ശരീരഭാഷയും അയാളുടെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും സൊസൈറ്റിനോടുള്ള ഒരു പെർസെപ്ഷനും ഒക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തെയാണ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ നമുക്ക് മനസ്സിലാവുന്നത്. പെട്ടെന്ന് ഒരാൾ, അതായത് ഇപ്പം നമുക്ക് അറിയുന്ന കാര്യം സെലിബ്രിറ്റീസ് ഒക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും ഡിവോഴ്സിന് ശേഷം, സെപ്പറേറ്റ് ആയതിനു ശേഷം ഒക്കെ അവർക്കൊരു പ്രത്യേകിച്ചൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്
വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ട്രാൻസ്ഫോർമേഷന് പിന്നിലുള്ള കാര്യം ഇത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ സുന്ദരികളായിട്ട് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് റീബർത്ത് ഫേസ് ആണ്. റീബർത്ത് ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കൂടുതലും ലൈഫിൽ നോർമൽ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേയധികം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഈവൻ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. പക്ഷെ ഈ റീബർത്ത് ഫേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ ജീവിക്കാൻ തുടങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കംഫർട്ടബിൾ ആവുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യവും ഒരു ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കും ചെയ്യുക. ഡ്രസ്സപ്പ് ചെയ്യുന്ന ഒരു ഇന്റൻഷൻ ഉണ്ടാവും. ബിക്കോസ് നമുക്ക് തന്നെ ഹാപ്പിനെസ് കൊണ്ടുവരുന്നത്, എന്നാൽ മാത്രമേ അതിൽ നമ്മൾ കംഫർട്ടബിൾ ആവുള്ളൂ. നമ്മുടെ ഐഡന്റിറ്റിയിൽ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. സോ ഐഡന്റിറ്റി റീബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പെർഫ്യൂം ചൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴോ കുറച്ചും കൂടെ കെയർഫുൾ ആവും, കുറച്ചും കൂടെ ശ്രദ്ധിച്ചായിരിക്കും ചെയ്യുക, കുറച്ചും കൂടെ നമ്മുടെ പേഴ്സണാലിറ്റിനോട് ചേർന്നിട്ട് നിൽക്കുന്ന പോലെ ആണോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും അത് ചെയ്യേണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു സേഫ്റ്റി, നമ്മുടെ ഒരു സേഫ് സ്പേസ് അതിന്റെ ഉള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടാവും. ഇനി പറയാനുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ട്വിസ്റ്റ്. പുറമേയുള്ള ട്രാൻസ്ഫോർമേഷന്റെ കുറേ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് പെയിൻ ആൾക്കാരെ എങ്ങനെയൊക്കെ മാറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫോമൻസിന്റെ ആവശ്യമില്ല എന്ന് പലരും മനസ്സിലാക്കും. നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും പല സമയത്തും, പല ഒക്കേഷൻ അനുസരിച്ചിട്ട് പല ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെ പല രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും ലൈഫിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പെയിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പെർഫോമൻസിന്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ബോഡിയിൽ സേഫായിട്ടിരുന്നാൽ മതി. ഇമോഷണൽ നംനെസ് ഉണ്ടാകത്തില്ല. കുറച്ചും കൂടി നമ്മൾ ആലോചിച്ച് നമുക്ക് ഡീപ്പ് തോട്ടിലേക്ക് പോയി നമുക്കതിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന ജീവിതം നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി തരാൻ തുടങ്ങും. നമുക്ക് തന്നെ വിസിബിൾ ആയിട്ട് തോന്നും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് തന്നെ വിസിബിൾ ആയിട്ട് തോന്നും. അത് എല്ലാ ആൾക്കാർക്കും ഒരു പെയിനിലൂടെ പോകുമ്പോൾ, ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ പോകുന്ന സമയത്താണ് എല്ലാവർക്കും അവനവന് കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക. എന്താണ് നമ്മളെന്നുള്ളത്, നമ്മളുടെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത്, നമ്മുടെ പോസിറ്റീവ്സ് എന്താണെന്നുള്ളത്. ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞത് അങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ല. ബിക്കോസ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും നമ്മളുടെ സ്വഭാവത്തെ പറ്റിയുള്ള നെഗറ്റീവ് സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല. അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവുക. ക്രിറ്റിസിസംസ് നമ്മളെ നേരെ പുട്ട് ഡൗൺ ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് നമുക്ക് തന്നെ ഇമോഷണൽ ക്ലാരിറ്റി കിട്ടുകയാണെങ്കിൽ ആ ക്ലാരിറ്റി നമുക്ക് ഈ പറഞ്ഞ പോലെ പെയിനിൽ നിന്ന് വരുന്ന ഒരു ക്ലാരിറ്റി ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് സെൽഫ് കണക്ഷൻ കൊടുക്കാൻ പറ്റും. സെൽഫ് റിഫ്ലക്ഷൻ സാധ്യമാവും. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ വിസിബിൾ ആവും. നമ്മളെ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളെ എൻഹാൻസ് ചെയ്യേണ്ട ഏത് പോയിന്റ്സിലാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മളുടെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്നുള്ളത് അതിനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോവുകയും നമ്മളുടെ പ്രശ്നമുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക്, ലോൺലിനെസ്, അങ്ങനെയുള്ള എന്തായിക്കോട്ടെ, ഇതിപ്പം ഞാൻ പറയുന്നത് ഇപ്പം വെറും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സോ എന്നുള്ള കാര്യം മാത്രമല്ല, അതിപ്പം ഏത് തരത്തിലുള്ള ഒരു ഇമോഷണൽ പെയിൻ ആയിക്കോട്ടെ, ഒരു ലോൺലിനെസ് ആയിക്കോട്ടെ, ഹാർട്ട് ബ്രേക്ക് ആയിക്കോട്ടെ, അതിലൂടെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഡിപ്രഷൻ എന്നുള്ള രൂപത്തിലായിരിക്കും. ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ദീപിക പദുക്കോണിന്റെ ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതറിയാവുന്നതാണ്. അങ്ങനത്തെ ഓരോ ലൈഫ് സ്റ്റോറീസ് ഉണ്ട്, ഓരോ ആൾക്കാർക്കും വരുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ കൂടുതൽ അവരെ പറ്റി ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ വന്നു പോകുന്ന ഒരു സാധനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അതൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ വന്നതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആൻഡ് അതിനനുസരിച്ചിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല കാര്യമായിരിക്കും. ആൻഡ് കുറെ ആൾക്കാർക്ക് പെയിൻ, ഈ ലോൺലിനെസ്, ഈ ഹാർട്ട് ബ്രേക്ക്, ഇതൊക്കെ ഫിസിക്കലി കൂടി അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും എന്നോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ഈ വീഡിയോയുടെ താഴെ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ലവ് യു.